എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതും മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ 7 സാധ്യതകൾ, 7 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മൂലം 7 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ 7 അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു പോകാൻ എന്ന് വെച്ചാൽ അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായ 7 കാര്യങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന വചനങ്ങളും ഉൾപ്പെടുത്തി ഒന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു മുൻപേ ഇൻട്രൊഡക്ഷനായിട്ടൊരു കാര്യം പറയാം. നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഇന്ന് എല്ലാവരും ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയായിട്ട് ആചരിക്കുകയാണ് അല്ലേ. ഇനി ദുഃഖവെള്ളിയാഴ്ച എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും അല്ലേ. അവിടെ തന്നെ നമ്മൾക്ക് തോന്നും എന്താ ഒരു വിരോധാഭാസം ഇവിടെയെന്നും. എന്നാൽ അതിനൊരു വിരോധാഭാസം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം എങ്ങനെയത് ദുഃഖവെള്ളിയാഴ്ചയായത് എപ്പോഴാണെന്ന് നമ്മൾക്കറിയാം. നമ്മളുടെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച അല്ലേ ആ ദിവസം, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ ബലിയായ ആ ദിവസം എന്ന് പറയുന്നത് ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു അന്ന്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന ശിഷ്യനും അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച സ്ത്രീകൾക്കും അതുപോലെ യേശുക്രിസ്തുവിനെ പിന്തുടർന്നവർക്കും യേശുക്രിസ്തുവിനെ സ്നേഹിച്ചവർക്കും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിനെ സ്നേഹിച്ചവർക്കും ഫോളോ ചെയ്തവർക്കും ഒക്കെ ആ ദിവസം എന്ന് പറയുന്നത് ഒരു ദുഃഖമായിരുന്നു അല്ലേ. കാരണം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഉയർപ്പ് നടക്കുമോ എന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അന്നത്തെ ആ കാലഘട്ടത്തിൽ അവർക്ക് എന്തായിരുന്നു, അത് ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞും 3-ാമത്തെ ദിവസം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നടന്നപ്പോഴാണ് അവർക്കത് സന്തോഷമായിട്ട് മാറിയതല്ലേ. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമ്മൾക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഒരു ഉയർപ്പ് നടന്നുവെന്നും നമ്മൾക്കറിയാം. നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ക്രൂശീകരണം കഴിഞ്ഞു, ഉയർപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞതല്ലേ. അതുകൊണ്ട് നമ്മൾക്കത് ഗുഡ് ഫ്രൈഡേ ആയി. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കത് എന്താണ്, ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾക്ക് തരുന്ന ആ ഒരു 7 തരം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ 7 സാധ്യതകളെക്കുറിച്ചും ഞാൻ വചനത്തിൽ നിന്ന് തന്നെ ഒന്ന് സംസാരിച്ചു പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തതിനകത്ത് പെടുന്നതാണ് പാപമോചനം, ശുദ്ധീകരണം, നീതീകരണം. ഈ 3 വിഷയങ്ങളാണ് ഒന്നാമത്തിനകത്ത് പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഫോർഗീവ്നെസ് എന്ന് വെച്ചാൽ പാപമോചനം അല്ലേ. പാപമോചനം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മളൊക്കെ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു അല്ലേ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിന് മുൻപ് വരെ നമ്മൾ എന്താണ്, പാപത്തിൻ്റെ അടിമത്തത്തിലാണ് അല്ലേ. അപ്പോൾ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നവർക്ക് എന്താണ്, പഴയ നിയമ കാലഘട്ടത്തിലും പാപത്തിൽ കിടന്നവർക്ക് അതിൽ നിന്ന് എന്താണ് ഒരു മോചനം ലഭിക്കണമെങ്കിൽ അവരെ എങ്ങോട്ട് ചെല്ലണമായിരുന്നു? വർഷത്തിൽ ഒരിക്കൽ മാത്രം പുരോഹിതൻ നടത്തുന്ന പാപപരിഹാര ബലിയിൽ അവർക്ക് പങ്കെടുത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴേ അവർക്ക് എന്ത് ലഭിക്കത്തുണ്ടായിരുന്നുള്ളൂ? പാപത്തിൻ്റെ മോചനം ലഭിക്കത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്തുണ്ട്? നമ്മൾക്ക് ഓൾറെഡി പാപമോചനം ദൈവം തന്നിരിക്കുകയാണ്. നമ്മളുടെ സകല പാപങ്ങൾക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത് അല്ലേ. അപ്പോൾ ഈ പാപമോചനം, ഫോർഗീവ്നെസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു വചനം നമ്മൾക്കൊന്ന് നോക്കാം. എഫേഷ്യൻസ് 1:7. ഓക്കെ, അതിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ആ വചനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാപമോചനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അതിൻ്റെ തന്നെ ഇനി അതിൻ്റെ ബി എന്താണ്? എന്ന് വെച്ചാൽ ശുദ്ധീകരണം. ഓക്കെ, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ശുദ്ധീകരിക്കുക. ഈ പാപം ചെയ്തിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിനും മനസ്സിനുമൊക്കെ എന്താണ്, ഒരു പാപത്തിൻ്റെ കറ അവൻ്റെ ജീവിതത്തിൽ വീണിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പാപത്തിൻ്റെ കറ നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു കഴുകൽ പ്രാപിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ ശുദ്ധീകരണം ലഭിക്കത്തുള്ളൂ, അല്ലാതെ ശുദ്ധീകരണം ലഭിക്കത്തില്ല. ആദ്യത്തത് എന്താണ്? പാപമോചനം. ഇനി പാപമോചനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ്? ശുദ്ധീകരണമാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോഴാണ് നമ്മൾക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നത്. നമ്മൾക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന ഒരു ചെളിയും ഒക്കെ അല്ലേ, നമ്മുടെ ശരീരത്തിൽ പറ്റുന്ന അഴുക്കൊക്കെ കഴുകിക്കളയുന്നത് എപ്പോഴാണ്? നമ്മളൊന്ന് കുളിച്ച് കഴിയുമ്പോഴാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളുടെ ആ പാപത്തിൻ്റെ കറകൾ നീങ്ങി നമ്മളൊന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വചനം എന്താണ്? അതിൻ്റെ വചനം 1 യോഹന്നാൻ 1:7. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വചനം തന്നെയാണ്. അപ്പോൾ ഞാനതിൻ്റെ സാധ്യതകൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് എ ബി. ഓക്കെ, ഇനി സി, അതിനകത്ത് തന്നെ വരുന്ന സി എന്താണ്? ജസ്റ്റിഫിക്കേഷൻ, അതായത് നീതീകരണം.
നമ്മൾക്കറിയാം, നമ്മൾക്ക് പാപമോചനം ലഭിച്ച് നമ്മൾക്ക് ശുദ്ധീകരണം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നീതീകരണം. എന്ന് വെച്ചാൽ നമ്മൾ പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നീതിമാന്മാരെന്ന് പറയത്തില്ല, അല്ലേ? നമ്മളെ നീതിയുള്ള വ്യക്തി എന്ന് പറയത്തില്ല. നമ്മൾ ഈ പാപങ്ങൾ നീക്കി നമ്മൾക്ക് ശുദ്ധീകരണം ലഭിച്ചു കഴിയുമ്പോഴേ നമ്മൾക്ക് എന്ത് ലഭിക്കത്തുള്ളൂ? നീതീകരണം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ നീതീകരണം നമ്മൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് ലഭിക്കത്തുള്ളൂ? നീതീകരണം ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വചനത്തിലേക്ക് വരും. റോമർ 5:9 അത് പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ എന്ത് ചെയ്യുകയാണ്? നീതീകരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? പാപമോചനം, ശുദ്ധീകരണം, പിന്നെ എന്താണ്? നീതീകരണം. ഇത് മൂന്നുമാണ് ഈ ഒന്നാമത്തെ ഇതിനകത്ത് പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ പാപമോചനം, ശുദ്ധീകരണം, നീതീകരണം ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്തത് എന്താണ്? നമ്മൾക്ക് ഹീലിംഗ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് എന്താണ്? അടിപ്പിണരുകളാൽ നമ്മൾക്ക് എന്താണ്? സൗഖ്യം, അല്ലേ? അതെന്താണ്? 1 പീറ്റർ 2:24 പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുകയാണ്? യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ. ആ അടിപ്പിണരുകൾ ഏറ്റപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും തെറിച്ച രക്തത്തുള്ളികളുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ലഭിക്കുകയാണ്? നമ്മൾക്ക് പരിപൂർണമായ രോഗസൗഖ്യം ലഭിക്കുകയാണ്. ഓർക്ക്, ഈ രോഗസൗഖ്യം 2 വിധമുണ്ട്. ഒന്ന് മാനസികമായ സൗഖ്യവും ശാരീരികമായ സൗഖ്യവും, അല്ലേ? നമ്മൾ പാപത്തിലുമൊക്കെ അകപ്പെട്ട് കഴിയുമ്പോൾ എന്താണ്? പലപ്പോഴും നമ്മൾ മാനസിക രോഗികളായി തീരാറുണ്ട്. എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ചില ശാരീരികമായ രോഗങ്ങളും ചില മാനസികമായ രോഗങ്ങളും എന്താണ്? ഇതൊക്കെ ഒരു പാപത്തിൻ്റെ പരിണിത ഫലമാകാറുണ്ട്. എല്ലാത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ചിലത്. ഓക്കെ, അതൊരു മാനസിക രോഗവും ചില ശാരീരിക രോഗങ്ങളുമൊക്കെ എന്താണ്? ഇതൊരു പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള സൗഖ്യം, നമ്മൾക്കറിയാം, ഒരു മാനസിക രോഗം പിടിച്ചൊരു വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊരു പരിപൂർണ്ണ വിടുതൽ ഒരിക്കലും ഒരു ഡോക്ടേഴ്സ് ഒരിക്കലും കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവസാനം വരെ അവർക്കൊരു ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കണമെന്നും അവരോട് പറയുവാനായിട്ട് ഇടയാകും. ഓക്കെ, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്താണ്? ശാരീരികവും മാനസികവുമായ സൗഖ്യം നമ്മൾക്ക് ലഭിക്കും. അതാണ് 1 പീറ്റർ 2:24. ഈ വചനമൊക്കെ ഞാൻ പറയുന്നത് ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചോണം. ഓക്കെ, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് എന്ത് വന്നിരിക്കുകയാണ്? സൗഖ്യം വന്നിരിക്കുകയാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തത് വീണ്ടെടുപ്പ്. ഓക്കെ, മൂന്നാമത്തതെന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രക്തം കൊടുത്ത് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാപം ചെയ്ത് പാപത്തിൻ്റെ അടിമയായിരിക്കുമ്പോൾ നമ്മൾ എന്താണ്? പിശാചിൻ്റെ അടിമയാണ്, അല്ലേ? പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ അടിമയാണ്. അപ്പോൾ ഈ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം നമ്മളെ വീണ്ടെടുത്തു. എങ്ങനെയാണ് വീണ്ടെടുത്തത്? യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾക്ക് വേണ്ടി മറുവിലയായിട്ട് കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടെടുത്തിരിക്കുകയാണ്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾക്കറിയാം, ചിലർ, അല്ലെ, പൈശാചിക അടിമത്തത്തിൽ കിടക്കുകയാണ്, ചില പാരമ്പര്യത്തിൻ്റെ കെട്ടിൽ കിടക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ചിലരെ കാണുമ്പോൾ ഇത് പിശാച് ബാധിച്ചവനാണ് അല്ലെങ്കിൽ ബാധിച്ചവളാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും, അല്ലേ? പിശാച് നമ്മളെ ചില അടിമകളാക്കി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ചില ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങളും ചില എതിർ പ്രാർത്ഥനകളും, അല്ലേ? ഇതൊക്കെ എന്താണ്? പിശാചിൻ്റെ അടിമയാക്കി നമ്മളെ തീർക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തോണം? വിടുതൽ പ്രാപിച്ചെടുത്തോണം. ഓർക്കുക, യേശുക്രിസ്തു ഒരിക്കലായിട്ട് കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്തു. അത് സത്യമാണ്. പക്ഷേ ഇത് നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഇതിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നത് എപ്പോഴാണ്? നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. അപ്പോൾ ഈ വീണ്ടെടുപ്പിൻ്റെ റിഡംഷൻ, അതിന് നമ്മൾ പറയുന്ന വചനമാണ് 1 പീറ്റർ 1 പത്രോസ് 1:18-19. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട്. പൈശാചിക അടിമത്തങ്ങളിൽ നിന്ന്, മന്ത്രവാദങ്ങളിൽ നിന്ന്, കൂടോത്രങ്ങളിൽ നിന്നും, സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മൾക്ക് എന്തുണ്ട്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ്
ഉറപ്പ് ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം, വചനം പറഞ്ഞും നമ്മൾ ഏറ്റെടുക്കണം. അതാണ് മൂന്നാമത്തത്. ഓക്കെ, ഇനി നാലാമത്തത് എന്താണെന്നറിയാമോ? വിശുദ്ധീകരണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? വിശുദ്ധീകരണം. ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുക. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ എന്താണ്? പിശാചിൻ്റെ അടിമയായിട്ടും ഒക്കെ നമ്മളെ മാറ്റി വെച്ചിരിക്കുക. നമ്മളൊരു വിശുദ്ധൻ എന്ന് നമ്മളെ പറയത്തില്ല. പക്ഷേ നമ്മളെ ഒരു വിശുദ്ധനാകുന്നത് എപ്പോഴാണ്? യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധീകരണം നടക്കണമെങ്കിൽ എന്തുണ്ടാകണം? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടാകത്തുള്ളൂ? ഒരു വിശുദ്ധീകരണം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളൊരു വിശുദ്ധ പദവി, വിശുദ്ധ ദൈവത്തിൻ്റെ വിശുദ്ധ ജനം എന്ന് പറയപ്പെടണമെങ്കിൽ എന്താകണം? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകണം. അപ്പോൾ ആ വചനം എന്താണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുകയാണ്, യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന്, കേട്ടോ, വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചപ്പോൾ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? കഷ്ടം അനുഭവിച്ച്, നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ച് രക്തം കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, അതാണ് നാലാമത്തത്. എന്താണ്? വിശുദ്ധീകരണം. ഓക്കെ, ഇനി അഞ്ചാമത്തത് ആണ് ശാപമോചനവും അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും. ഓക്കെ, അപ്പോൾ ഓർക്കുക, നമ്മളുടെ മേലുള്ള കിടക്കുന്ന ശാപങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ ശാപങ്ങൾ എന്ന് വെച്ചാൽ ന്യായപ്രമാണം എന്താണ്? നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ എന്താണ്? പാരമ്പര്യ ശാപങ്ങൾ, നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ശാപങ്ങളൊക്കെ നമ്മളുടെ മേൽ വരുമെന്ന് പഴയ നിയമത്തിൽ അങ്ങനെയാണ് കിടക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെയുള്ള വാക്കുകൾ കൊണ്ട് നമ്മളെ ശപിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ എന്താണ്? നമ്മളെ ശാപത്തിൽ നിന്ന് നമ്മൾക്കൊരു മോചനം തന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ക്രൂശിൽ എന്താണ്? നമ്മൾക്ക് വേണ്ടി ശാപമായി തീർന്നു. പഴയ നിയമ കാലഘട്ടത്തിലും എന്താണ്? ക്രൂശ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട ഒരു ചിഹ്നമായിരുന്നു. എന്ന് വെച്ചാൽ പാപം ചെയ്യുന്നവരെയും ശിക്ഷിക്കാനൊക്കെ ആയിട്ട് ഓരോരുത്തരെയും ക്രൂശിൽ തരച്ച് കൊല്ലുക എന്നുള്ളതും പഴയ നിയമത്തിൻ്റെ ഒരു ചരിത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ക്രൂശ് എന്തായിരുന്നു? അത് ശപിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ ആ കുരിശ് എന്തായി തീർന്നു? അതൊരു അനുഗ്രഹത്തിൻ്റെ ചിഹ്നമായിട്ട് മാറിയല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മളുടെ മേൽ കിടക്കുന്ന സകല ശാപത്തിൻ്റെ കെട്ടുകളെയും പൊട്ടിക്കുവാൻ യേശുക്രിസ്തു എന്ത് ചെയ്തു? നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ശാപമായി തീർന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ രക്തം എന്താണ്? നമ്മളുടെ സകല ശാപങ്ങളും പോക്കി നമ്മളെ അനുഗ്രഹിക്കുകയാണ്. നമ്മളെ അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ഇനി ഈ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? പഴയ നിയമത്തിൽ അല്ലേ, നമ്മൾക്കറിയാം, അബ്രാഹമിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ഒരുപാട്, പഴയ നിയമം ഇസ്രായേലിനും ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അബ്രാഹമിലൂടെ അനുഗ്രഹങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി അത് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് പാപമോചനം ലഭിച്ച്, ശുദ്ധീകരണം ലഭിച്ച്, വിശുദ്ധീകരണം ലഭിച്ച്, നമ്മളുടെ പാപങ്ങൾ നീക്കി ദൈവം എന്ത് ചെയ്യും? നമ്മളെ ശാപങ്ങളൊക്കെ നീക്കി കഴിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരുമല്ലേ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ തന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറി. ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾക്ക് തരുന്നത് അല്ലേ. അത് തന്നു കഴിയുമ്പോൾ നമ്മളെന്തായി? ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറി. അപ്പോൾ നമ്മളെ എന്തായി? അബ്രാഹമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ കൂടെ നമ്മളിലേക്ക് ദൈവം പകർന്നിരിക്കുകയാണ്. അപ്പോൾ ശാപത്തിൽ നിന്നുള്ള വിടുതലും അനുഗ്രഹം ഒപ്പം പരിശുദ്ധാത്മാവ് അല്ലേ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ തന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് അനുഗ്രഹം വരുന്നത്, കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ശാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ച അനുഗ്രഹം തരുന്നു, പിന്നെ പരിശുദ്ധാത്മാവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വചനം ഏതാണ്? അതിൻ്റെ വചനം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:13. അത് പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രാഹമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് വചനം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ 6ാമത്തതിനകത്തോട്ട് കിടക്കുകയാണ്. 6ാമത്തത് എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മൾക്ക് അടുപ്പ് അല്ലെ, ദൈവത്തോട് നമ്മൾക്ക് അടുക്കുവാൻ പറ്റുന്നതും ദൈവിക സമാധാനവും. ഇതാണ് 6ാമത്തത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, പഴയ നിയമത്തിലെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ ആർക്ക് പറ്റത്തില്ല? ജനങ്ങൾക്ക് പറ്റത്തില്ല. അത് ആർക്കേ പറ്റത്തുള്ളൂ? പുരോഹിതന് മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ, ജനത്തിന് പറ്റത്തുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് കൃപാസനത്തോട് അടുത്ത് വരുവാൻ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലോട്ട് അടുത്ത് വരുവാൻ, ദൈവത്തോട് അടുത്ത് വരുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് ദൈവം എന്ത് തന്നിരിക്കുകയാണ്? അധികാരം തന്നിരിക്കുകയാണല്ലേ. അപ്പോൾ പിന്നെ ഈ ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി സമാധാനം ദൈവം തരുമല്ലേ. ദൈവത്തിൻ്റെ സമാധാനം, ഇതൊക്കെ ഏതിലൂടെയാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് നമ്മൾ ദൈവത്തോട് അടുക്കുന്നതും ദൈവിക സമാധാനം നമ്മളുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്നതും. അപ്പോൾ ഓർക്കുക,
ഓർക്കുക, ദൈവത്തിൽ നിന്ന് അകന്ന് ആരെങ്കിലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മാറി നിന്നതുകൊണ്ട് സമാധാനം നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോഴാണ് നമ്മളുടെ സമാധാനം നഷ്ടമാകുന്നതല്ലേ. അപ്പോൾ ഈ സമാധാനത്തിലേക്ക് തിരികെ വരുവാൻ, ദൈവത്തിലേക്ക് തിരികെ വരുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നമ്മൾ ആശ്രയിക്കുക. അപ്പോൾ അതിനുള്ള വചനം ഏതാണ്? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:20 അത് പറയുകയാണ്, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം ദൈവം നമ്മൾക്ക് തന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയം അല്ലേ, ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് നമ്മളെ പ്രവേശിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമ്മൾക്ക് ദൈവം അധികാരവും പദവിയും തന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്തത് സമാധാനം, ദൈവിക സമാധാനം എങ്ങനെ, ആ വചനവും കൂടെ പറയാം. അത് കൊളോഷ്യൻസ് 1:20 പറഞ്ഞിരിക്കുകയാണ്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മൾക്ക് ദൈവം എന്ത് തന്നിരിക്കുകയാണ്? സമാധാനം തന്നിരിക്കുകയാണ്. ഇതാണ് 6ാമത്തെ കാര്യം. ഇനി 7ാമത്തതിൻ്റെ കാര്യമാണ് എന്താണെന്നറിയാവോ? 7ാമത്തത് ദൈവം നമ്മൾക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്, പ്രൊട്ടക്ഷൻ തന്നിരിക്കുകയാണ്, സംരക്ഷണം തന്നിരിക്കുകയാണ്, ജയം, വിക്ടറി, ജയം തന്നിരിക്കുകയാണ്. ഇതാണ് 7ാമത്തെ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. തിരുരക്തത്തിൻ്റെ സംരക്ഷണം തന്നിരിക്കുകയാണ്, തിരുരക്തത്താൽ നമ്മൾക്ക് ജയം തന്നിരിക്കുകയാണ്, തിരുരക്തത്താൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഓർക്കുക, നമ്മുടെ പിശാചിൻ്റെ അടിമയായി, പാപത്തിൻ്റെ അടിമയായി കിടക്കുമ്പോൾ നമ്മൾക്ക് എന്താണ്? നമ്മൾക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ പിശാചിൻ്റെ അടിമയായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ അടിമയായിട്ട് നമ്മൾ കിടന്നു. എന്ന് വെച്ചാൽ ന്യായപ്രമാണം എന്താണ്? നമ്മൾക്കൊരു സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നില്ല അല്ലേ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമ്മൾക്ക് എന്താണ്? സകല വിധത്തിലും ന്യായപ്രമാണത്തിൽ നിന്നും അതുപോലെ തന്നെ പിശാചിൽ നിന്നുമൊക്കെ നമ്മൾക്കൊരു സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യം, പ്രൊട്ടക്ഷൻ അല്ലേ, നമ്മൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്, സംരക്ഷണം തന്നിരിക്കുകയാണ്, ജയം തന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം അല്ലേ, അത് ജയിച്ച രക്തമാണ് അല്ലേ. യേശുക്രിസ്തുവിൻ്റെ രക്തം ചിന്തി യേശുക്രിസ്തു ജയം പ്രാപിച്ചിരിക്കുക. അപ്പോൾ ആ ജയത്തിലൂടെയാണ് നമ്മൾക്ക് എന്ത് തന്നിരിക്കുന്നത്? നമ്മളെ ജയാളികളാക്കി ദൈവം മാറ്റിയിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയെങ്കിലും ആരെങ്കിലും പരാജയപ്പെട്ട് കിടക്കുന്നുവെന്ന് പരിഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ എനിക്ക് ജയം ലഭിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞ്, യേശുക്രിസ്തുവിൻ്റെ രക്തം പറഞ്ഞ് അതിൻ്റെ വിടുതലുകളും ജയവും ഒക്കെ നമ്മൾ ഏറ്റെടുത്തോണം. ആ വചനം ഏതാണെന്ന് പറഞ്ഞു തരാം. കൊളോഷ്യൻസ് 2:14-15. ഓക്കെ, അവിടെ എന്താണ്? അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമ്മൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഓക്കെ, അപ്പോൾ ഈ ഒരു വചനത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം, അതുപോലെ ജയം, ഇതെല്ലാം നമ്മൾക്കും ദൈവം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മെയിനായിട്ടുള്ളൊരു 7 കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് ഒന്ന് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനം പറഞ്ഞ് ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ ധ്യാനിച്ച് നമ്മളുടെ ജീവിതത്തിലൊരു വിടുതലിലേക്ക് നമ്മൾ വരണം. കാരണം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ബലിയായി തീർന്നത് വെറുതെ അല്ല കേട്ടോ. നമ്മളെ പാപത്തിൻ്റെ അടിമത്തത്തിലും പിശാചിൻ്റെ അടിമത്തത്തിലും ബന്ധനങ്ങളിലും കെട്ടുകളിലും സ്വാതന്ത്ര്യമില്ലായ്മയിലും അല്ലെങ്കിൽ അടിമത്തത്തിലും ഒന്നും, നമ്മളെ ശാപത്തിൻ്റെ കെട്ടിലും ഒന്നും കിടത്തുവാനല്ല, നമ്മൾക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ തന്ന് സ്വാതന്ത്ര്യം തന്ന് പ്രൊട്ടക്ഷൻ തന്നും അനുനിമിഷവും ജയത്തോടെ നമ്മളെ വഴി നടത്തുവാൻ, എന്ന് വെച്ചാൽ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നമ്മൾക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത്. അത് നമ്മൾ ധ്യാനിച്ചും ഈ വചനങ്ങളിൽ വിശ്വസിച്ചും അത് നമ്മൾ ഏറ്റെടുത്ത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ 7 കാര്യങ്ങൾ മറക്കണ്ട, അതിനോട് ചേർന്ന് പറഞ്ഞ വചനങ്ങൾ മറക്കണ്ട. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.